ഒരുമ കൽപ്പകഞ്ചേരിയുടെ ഈദ് ഓണം ഫെസ്റ്റ് 2012 ഭാഗമായിട്ടുള്ള ഒരുപാട് മത്സര പരിപാടികൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. പെരുന്നാളിന് മുമ്പ് ഉള്ള മൈലാഞ്ചി മത്സരം, പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്, ഒരു കലയാകുന്നു എന്നതുകൊണ്ടാണ് പെരുന്നാളിന് മുമ്പ് തന്നെ നമ്മൾ മൈലാഞ്ചി മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഒരുപാട് വ്യത്യസ്തമായ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥിനികൾക്കും ആ പരിപാടിക്ക് മികവേകി. അതേപോലെ ഇന്ന് രാവിലെ നടത്തിയ രണ്ടത്താണി മുതൽ കുറുകത്താണി വരെ നടത്തിയ ക്രോസ് കൺട്രി മത്സരം സത്യത്തിൽ വളർന്നു വരുന്ന യുവാക്കളിൽ ഇടയിൽ നിലനിൽക്കുന്ന അധാർമിക സദാചാര തകർച്ചയുടെയുമായി ബന്ധപ്പെട്ട ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് ആ പരിപാടി ആരംഭിച്ചത്. കാരണം യുവാക്കളാണ് സത്യത്തിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട മയക്കുമരുന്നുകളിലും മദ്യപാനത്തിലുമൊക്കെ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ കാർമ്മികത്വത്തോടു കൂടി ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നത് ഏറെ പ്രയാസകരമായി നേരത്തെ തോന്നിയിരുന്നെങ്കിലും ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അത് വളരെ ആശ്വാസകരമായി തോന്നി. മാത്രമല്ല വലിയ ജനപങ്കാളിത്തം, ഏകദേശം 200-ലധികം മത്സരാർത്ഥികൾ അതിൽ സജീവമായി പങ്കെടുത്തു എന്നതും നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള മുഴുവൻ ആളുകളും അതിന് സാക്ഷികളായി എന്നതും തികച്ചും ആ പരിപാടിക്കേറെ മികവുണ്ടാക്കി ഞാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഈ പൂക്കള മത്സരവും അതേപോലെ തന്നെ ചിത്രരചന മത്സരമൊക്കെ ഏതാണ്. പൂക്കളം ഓണത്തോടനുബന്ധിച്ച് നാം പെരുന്നാളിനോടനുബന്ധിച്ച് മൈലാഞ്ചി മത്സരം നടക്കുമ്പോൾ പൂക്കളം എന്നത് തികച്ചും നമ്മുടെ ദേശീയ ആഘോഷമായ ഓണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരം രീതിയിലുള്ള ഒരു മത്സരം സംഘടിപ്പിക്കുന്നതും ആളുകൾക്കിടയിലുള്ള മതസൗഹാർദ്ദം വളർത്തുന്നതിനും പ്രേരകമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ രീതിയിലാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഏത് കുട്ടികൾക്കും KG ക്ലാസ് മുതലുള്ള ഹൈസ്കൂൾ തലങ്ങളിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്ന ഒന്നാണ് ചിത്രരചനാ മത്സരവും കളർ പെയിൻറ്റിങ് മത്സരവും ഒക്കെ ആ രീതിയിൽ മുഴുവൻ ആളുകളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സത്യത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇതും വമ്പിച്ച് വിജയപ്രദമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരുമ കൽപ്പഞ്ചേരിയുടെ ഈദ് ഓണം സോഷ്യൽ മീറ്റിനോടനും അതിൻ്റെ പ്രചാരണത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടികൾ വളരെ ഭംഗിയായി ഒരുമ കൽപ്പഞ്ചേരിയുടെ നാട്ടിലെ പ്രവർത്തകർ അതിൻ്റെ എല്ലാവിധ വിജയത്തിനും വഴിവെക്കുന്ന രൂപത്തിൽ നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഒരുമ കൽപ്പഞ്ചേരിയുടെ ഈ ഈദ് ഓണം സോഷ്യൽ മീറ്റ് ഓഗസ്റ്റ് 28 CV ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരാൻ പരിപാടിയിട്ടത് തന്നെ ഈ ഒരുമ കൽപ്പഞ്ചേരിക്കാർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുവാനും പരിചയപ്പെടുത്താനും ഈ കൂട്ടായ്മ സുശക്തമാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവെപ്പായിട്ട് നാം എല്ലാവരും കാണുകയും അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഈദ് ഓണം ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് UAE-യിൽ രൂപീകരിച്ച കൽപ്പകഞ്ചേരിക്കാരുടെ കൂട്ടായ്മയായ ഒരുമ കൽപ്പകഞ്ചേരി ഈ വർഷം ഈദ് ഓണം ആഘോഷിക്കാൻ വേണ്ടി പുത്തനത്താണിയിലെ CV ഓഡിറ്റോറിയത്തിൽ ആഗസ്റ്റ് 28 നടത്തപ്പെടുന്ന സംഗമത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി കൽപ്പകഞ്ചേരിയിലെ നാട്ടിലെ പ്രവർത്തകരുടെയും കമ്മിറ്റിയുടെയും സഹകരണത്തോടുകൂടി നടത്തപ്പെടുന്ന ക്രോസ് കൺട്രി പൂക്കള മത്സരം, ചിത്രരചനാ മത്സരം ഇവിടെ ഭംഗിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നടത്തുന്നത് ആഗസ്റ്റ് 28 ചൊവ്വാഴ്ച നടക്കുന്ന ഈദ് ഓണം സോഷ്യൽ മീറ്റിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രചോദകമായ പ്രേരണ ഈ നാട് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന മാതൃകാപരമായ ഒരു പഞ്ചായത്തായി വളർന്നു വരേണ്ടതിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ വളർന്നു വരുന്ന തലമുറയെ നാളത്തെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥിനികളെ അവരുടെ കഴിവുകൾ പോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരം കർമ്മപരിപാടികളിൽ, നല്ല പരിപാടികളിൽ, ഭാവിയിൽ നമ്മുടെ പഞ്ചായത്തിന് ഉപകാരപ്രദമാകുന്ന പരിപാടിയിൽ എല്ലാവരും ഉത്സാഹത്തോടു കൂടി പങ്കെടുക്കണമെന്നും പങ്കെടുത്ത് വിജയിക്കുകയും അല്ലെങ്കിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെയും പ്രോത്സാഹിപ്പിക്കണമെന്നും
മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. 28-ന് കൽപ്പകഞ്ചേരി ഒരുമയുടെ ഈദ് ഓണം സോഷ്യൽ മീറ്റ് അതിരുമട CV ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇവിടുത്തെ MLA C മമ്മൂട്ടി സാഹിബാണ്. തുടർന്ന് നടക്കുന്ന ആദരിക്കൽ ചടങ്ങ് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ നല്ല സാമൂഹ്യ പ്രവർത്തകർ, നല്ല കർഷകൻ, അതുപോലെ തന്നെ നല്ല കായിക താരം, ഇങ്ങനെ 2-3 ആളുകൾ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അവരെ ആദരിച്ചുകൊണ്ട് അവർക്ക് ആ ചടങ്ങ് നടത്തുന്നത് അബ്ദുറഹ്മാൻ രണ്ടത്താണി, നമ്മുടെ കൽപ്പകഞ്ചേരി പഞ്ചായത്തുകാരൻ കൂടിയായ അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA ആണ്. കൂടാതെ അന്നത്തെ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് ഉത്തുംഗതിയിലെത്തിയ പത്മശ്രീ ആസാദ് മൂപ്പൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സൈദലി മാസ്റ്റർ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ പരിപാടി ഈ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ പ്രവാസി കൂട്ടായ്മക്കും അതുപോലെ തന്നെ തുടർന്ന് പല പ്രവർത്തനങ്ങളും ഈ ഒരുമയുടെ കീഴിൽ ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ച ക്രോസ് കൺട്രി യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമായിട്ടുണ്ട്. ഈ പ്രചോദനം നിലനിർത്തിക്കൊണ്ട് യുവാക്കളെ പൂർണ്ണമായും ലഹരി വിമുക്ത മേഖലയിലേക്ക് കൊണ്ടുവരികയും അതുപോലെ ആദ്യത്തെ ലഹരി വിമുക്ത പഞ്ചായത്ത് എന്ന ഖ്യാതി നേടിയെടുക്കാൻ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ഈ ഒരുമ കൂട്ടായ്മ പരിശ്രമിക്കും. അത് വിജയം കാണുമെന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ 28-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ എല്ലാ പ്രവാസികളും പങ്കെടുക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ലഹരി ഉപയോഗിക്കുന്ന ഹറാമായി കണക്കാക്കിയ വിശ്വാസ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജില്ല. ആ ജില്ലയിൽ ഒരു വർഷം മദ്യപിക്കുന്നതിൻ്റെ കണക്കെടുത്ത് നോക്കി 575 കോടി ഉറുപ്പികയുടെ മദ്യമാണ് ചെലവഴിക്കുന്നത്. ആ ചിലവാകുന്ന മദ്യം 1-ാം സ്ഥാനം ചാലക്കുടി പിടിച്ചു വെച്ചതുകൊണ്ട് നമുക്ക് ഭാഗ്യം അത് നഷ്ടപ്പെട്ടുവെങ്കിലും 2-ാം സ്ഥാനം പൊന്നാനിയും, തൊട്ടടുത്ത 3-ാം സ്ഥാനം തിരൂരും, 4-ാം സ്ഥാനം വേങ്ങരയും മറ്റൊരു ജില്ലക്കും കൊടുക്കാതെ സ്ഥിരമായി മുന്നോട്ട് പോവുകയാണ്. മദ്യപിക്കുന്നവരുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് രാവിലെ 6 മണിക്ക് തിരൂർ റെയിൽവേ ട്രാക്കിൽ ഒരു സഹോദരി തൻ്റെ 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രാക്കിലേക്ക് ചാടി. തൊട്ടടുത്തുള്ള റെയിൽവേ പോർട്ടർമാരും മത്സ്യത്തൊഴിലാളികളും കണ്ട് ഓടി വന്ന് വണ്ടി വരുമ്പോഴേക്കും ഈ തള്ളയെ തട്ടിമാറ്റി പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചിട്ടു ആ കുട്ടികളെയും. ആ തള്ള പറയുകയാണ്, എനിക്കിനി ജീവിക്കണ്ട, എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ നിരന്തര പീഡനമാണ്. ആ പീഡനം സഹിക്കാൻ കഴിയാതെ ഇനി മരിച്ചില്ലെങ്കിൽ എൻ്റെ ഈ പെൺകുട്ടികളെയും അവർ നശിപ്പിക്കും, അതുകൊണ്ട് എനിക്ക് മരിച്ചേ മതിയാകൂ, എന്നെ മരിക്കാൻ അനുവദിക്കണം പറഞ്ഞു നെഞ്ചത്തടിച്ചുകൊണ്ട് സഹോദരി കരയുകയാണ്. സഹോദരി പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 മക്കളാണ്, 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണ്. ബാഫ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മർദ്ദനമാണ്, നിരന്തര മർദ്ദനമാണ്. ഇനി രക്ഷ നേടണമെങ്കിൽ ആൺകുട്ടികൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളും, എൻ്റെ പെൺകുട്ടികളും ഞാനിക്കും ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ട്രാക്കിലേക്ക് അങ്ങോട്ട് വീഴുമ്പോൾ മരിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നാം ചിന്തിക്കണം, ആ സഹോദരിയുടെ വേദന നമ്മുടെ ഓരോരുത്തരുടെയും വേദനയായിരിക്കും. മദ്യപിക്കുക മാത്രമല്ല, വീട്ടിൽ വന്ന് അക്രമം നടത്തുകയാണ്, നിഷ്ഠൂരമായി പ്രഹരിക്കുകയാണ്, അടിച്ച് പരിക്കേൽപ്പിച്ച് അഡ്മിറ്റ് ചെയ്യുന്നവരുണ്ട്, നാണം ഭയന്ന് നാണക്കേട് ഭയന്നുകൊണ്ട് പുറത്ത് പറയാൻ കഴിയാത്തവരുണ്ട്. ഏറ്റവും കൂടുതൽ മദ്യപാനം ലഹരി ഉപയോഗിക്കുമ്പോൾ പീഡനത്തിന് വിധേയമാകുന്ന സഹോദരിമാരാണ്, പെൺകുട്ടികളാണ്, ഭാര്യമാരാണ്. ആണുങ്ങൾ മദ്യപിച്ച് നടക്കുമ്പോഴും അതിൻ്റെ പീഡനം ഏറ്റുവാങ്ങുന്ന സഹോദരിമാരെന്ന് പറയുന്നത് അതിൻ്റെ നാശം കുടുംബത്തിലാണ്. ആ കുടുംബത്തിന്റെ നാശം ഈ സമൂഹത്തിന്റെ നാശമാണ്. അന്യം നിന്നു പോകുന്ന സ്നേഹം, ബാപ്പയെ വെറുക്കുന്ന മക്കൾ, ബാപ്പയെ വെറുക്കുന്ന പെൺകുട്ടികൾ, ഭർത്താവിനെ വെറുക്കുന്ന ഭാര്യമാർ, ഈ ഒരു സമൂഹം അനിയന്ത്രിതം വളർന്നു വന്നാൽ അടുത്ത 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ മദ്യപിക്കാത്ത ഒരാളും ഉണ്ടാവില്ല എന്ന കണക്ക് പറയുമ്പോഴാണ് ലഹരിക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിന് മുന്നോട്ട് പോകണം നാം ഏറ്റെടുക്കേണ്ടി വരുന്നത്. നാം മദ്യപിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് മദ്യപാനം തുടങ്ങുകയാണ്. കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ബാപ്പ തലേ ദിവസം കുടിച്ച് 2 മണിയാകുമ്പോൾ തളർന്ന് കൊണ്ടുപോയി കൊടക്കയിൽ വീണ് പോകുമ്പോൾ രാവിലെ മദ്രസയിൽ പോകാൻ